ഡ്യൂട്ടി ഇല്ലാത്ത സൗദിയിൽ എൻ്റെ ഒരു വൈകുന്നേരം കണ്ടാലോ, മിക്ക ഓഫ് ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ആദ്യം തന്നെ ഉണങ്ങിക്കിടക്കുന്ന തുണികളൊക്കെ ഒന്ന് എടുത്തു വെക്കും. പിന്നെ വൈകുന്നേരം, അതായത് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങളിലെ വൈകുന്നേരം ചായ മസ്റ്റാണ്. പാൽ ചായ നിർബന്ധമൊന്നുമില്ല, കട്ടൻ ചായയാണ് കൂടുതൽ ഇഷ്ടം വൈകുന്നേരം. അതിലേക്ക് കുറച്ച് പട്ട, ഏലക്ക, അതുപോലെ ഇഞ്ചിയൊക്കെ ചേർത്ത് തിളപ്പിക്കുന്ന ചായക്കൊരു പ്രത്യേക സ്വാദല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചായ തിളപ്പിച്ച് ചൂടാറാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ പോയി വിളക്ക് കൊളുത്തും. നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോഴേക്കും മനസ്സിന് ഭയങ്കര ഒരു ശാന്തി സമാധാനമൊക്കെ കിട്ടും. നിങ്ങൾക്ക് അങ്ങനെയാണോ? ഇവിടെ എനിക്ക് എല്ലാ ദിവസവും വിളക്ക് കൊളുത്താൻ സാധിക്കാറില്ല. 6 മണിക്ക് ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളിൽ നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലിലായിരിക്കുമല്ലോ. അപ്പോൾ ഡ്യൂട്ടി ഇല്ലാത്ത ദിവസം ഞാൻ അതിനും കൂടെ ചേർത്ത് ക്ഷമ ചോദിച്ച് ഭഗവാന്റെ അടുത്ത് നല്ലപോലെ പ്രാർത്ഥിക്കും കേട്ടോ. ആ ഒരു പ്രാർത്ഥന കഴിയുമ്പോഴേക്കും മനസ്സിന് വല്ലാത്തൊരു ശാന്തി സമാധാനം കിട്ടും. എന്താണെങ്കിലും വൈകുന്നേരം ഈ സമയങ്ങളിൽ മോൻ എപ്പോഴും ടി വിയുടെ ഫ്രണ്ടിലായിരിക്കും കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ട്. അപ്പം ഞാൻ ചൂട് എന്താ പറയുക, ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തുകൊണ്ട് അവൻ്റെ കൂടെ പോയിരുന്ന് കാർട്ടൂൺ കാണും കേട്ടോ. ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല, പക്ഷേ ചായ കുടിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു രസകരമായ കാര്യം വേണമല്ലോ. അതുകൊണ്ട് അവൻ്റെ കൂടെ പോയി കാർട്ടൂൺ കാണും. പിന്നെ തണുപ്പ് തുടങ്ങിയതുകൊണ്ട് ദേഹമൊക്കെ നല്ലപോലെ ഡ്രൈ ആവും. അതുകൊണ്ട് കുറച്ച് വാസലിനൊക്കെ തൂക്കൂട്ടോ. ടി വിയുടെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നാണെങ്കിൽ നമുക്കൊരു രസം. പിന്നെ വാഷിംഗ് മെഷീനിൽ കിടന്ന് ബാക്കി അലക്കിയ തുണികളൊക്കെ കൊണ്ട് ഒന്ന് വിരിച്ചിടും. ഈ അലക്കലും ഉണക്കലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് കുറേയേറെ സഹായം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കയറി വരുന്ന പരിപാടി എന്ന് വെച്ചാൽ ഊണ് കഴിക്കലാണ്. ചോറും കറിയൊക്കെ ഉച്ചയ്ക്ക് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാത്രിയിൽ എല്ലാം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇന്ന് ഞാൻ കുറച്ചധികം വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി കുഴച്ച് കഴിക്കുന്ന ആ ഒരു ആക്രാന്തത്തിലാണോ സന്തോഷത്തിലാണോ എന്നറിയില്ല. ഇരിക്കാൻ പോലും ഞാൻ മറന്നു പോയിട്ടോ. അങ്ങനെ അവിടെ നിന്ന് തന്നെ ഞാൻ കഴിച്ചു. കപ്പയും മീനും കൂന്തലും മുട്ടയും അതുപോലെ പപ്പടവും എല്ലാം കൂടെ ചേർത്ത് കുഴച്ചങ്ങ് കഴിച്ചു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈവനിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.